ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇത് കണ്ടോ, ഹൈ പ്രഷർ അഡോപ്റ്ററാണ്. ഇത് നമ്മൾ ഹോട്ടലുകൾ, ബേക്കറി, അതുപോലെ തന്നെ കേറ്ററിംഗുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു റെഗുലേറ്റർ. അവർ റെഗുലേറ്റർ എന്നൊക്കെ പറയും. ഇതെങ്ങനെ സർവീസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും ഒരു ചെറിയ തടി കഷ്ണവും മാത്രം മതി. ഇത് കണ്ടോ, ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു തടി കഷ്ണം ഉണ്ടെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് അഴിച്ച് സർവീസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഈ അഡോപ്റ്ററിൻ്റെ ഇടയ്ക്കായിട്ട് ഇവിടെ ഫൈബറിൻ്റെ ഒരു റിങ് കിടപ്പുണ്ട്. കണ്ടോ, ഈ റിങ് നമുക്ക് പൊക്കിയെടുക്കണം. കണ്ടോ, സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ പൊക്കിയെടുത്തതിന് ശേഷം കണ്ടോ, ആ റിങ് കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള റിങ്ങാണ്. ആ റിങ്ങാണ് ഇതിനെ തടഞ്ഞു നിർത്തുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ 5 ബോളുണ്ട്. 5 ബോൾ നമുക്ക് ഊരിയെടുക്കണം. ഊരിയെടുക്കാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കണം, വാൽവ് അതിൻ്റെ നോബ് എപ്പോഴും ഓഫ് പൊസിഷനിൽ ഇരിക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഈ ബോൾ ഇങ്ങനെ പൊക്കിയെടുക്കാം. ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്കിത് ബോളുകളിങ്ങനെ പൊക്കിയെടുക്കാൻ സാധിക്കും. ഇത് 2 എണ്ണം ഊരി. ബോൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തെറിച്ച് പോകാതെ നോക്കണം. നല്ല കട്ടിയുള്ള ബോളാണ്. ഈ ബോൾ ഉള്ളത് കൊണ്ടാണ് ഈ അഡോപ്റ്റർ വർക്ക് ചെയ്യുന്നത്. താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ പ്രസ്സാകുമ്പം വർക്കാകുന്നത് അതുകൊണ്ടാണ്. ഇതേ ബോളുകളെല്ലാം അഴിച്ചെടുത്തു. ഇതിനൊരു കറുത്ത വാഷറുണ്ട്, വലുത്. ഉണ്ടോ, ഇതാണ് കറുപ്പ് വാഷർ, നല്ല കട്ടിയുള്ള വാഷറാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കട്ടിയുള്ളൊരു റിങ്ങുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇനിയൊരു റിങ്ങുമുണ്ട്. അതുപോലെ തന്നെ ഒരു ലോക്കും ഉണ്ട്, ഒരു ചെറിയ ലോക്ക്. അത് നമുക്ക് ഈ തടിക്കട്ട വല്ലതും തട്ടിയാൽ മതി. ഇങ്ങനെ തട്ടുകയാണെങ്കിൽ അതിങ്ങനെ ഊരി വരും. ഉണ്ടോ, ഇതാണ് ലോക്ക്. കണ്ടോ, ലോക്കിൻ്റെ ചെറിയൊരാണി പോലെ. കണ്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, തെറിച്ച് പോകാതെയൊക്കെ. ഇനി നമുക്കതിൻ്റെ നോബ് വെളിയിലോട്ട് ഊരിയെടുക്കാം. ഇതുണ്ടോ, സ്ക്രൂ ഡ്രൈവർ ഇട്ടൊന്ന് ചുമ്മാ ചെറുതായിട്ടൊന്ന് തള്ളി കൊടുത്താൽ മതി. ഇതിങ്ങനെ സിമ്പിളായിട്ട് വെളിയിലോട്ട് വരും. ഇതാണ് സംഗതി. ഉണ്ടോ, 2 വാഷറും ഒക്കെ ഉള്ള ഒരു നോബാണ് ഇത്. കണ്ടോ, ഈ വാഷറിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, വാഷർ പൊട്ടുവോ തേയ്മാനം ഉണ്ടെങ്കിലോ ലീക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ലോക്ക് എന്ന് പറയുന്നത് കണ്ടോ, കണ്ടോ, ഈ ഗ്യാസ് റെഗുലേറ്ററിൻ്റെ സൈഡിൽ, അഡോപ്റ്ററിൻ്റെ സൈഡിൽ കണ്ടോ, ഒരു നോബ് പോലെ കണ്ടോ നിൽക്കുന്നേ. അതാണ് അതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ ഓണും ഓഫും ആകുന്നതിന് വേണ്ടി. ഉണ്ടോ, അത് ഒടിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ ചുമ്മാ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, നോബ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഈ നോബിൻ്റെ 2 സൈഡിൽ നമുക്ക് വാഷറുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ 2 വാഷർ. ആ വാഷറൊക്കെ നമുക്കൊന്ന് തൂത്ത് ക്ലീൻ ചെയ്തിട്ട് ഊരിയെടുക്കാം, വാഷർ 2ഉം. ഇതിങ്ങനെ കണ്ടോ, ചെറിയ സൂചിയോ എന്തെങ്കിലും കൊണ്ടിങ്ങനെ നമുക്ക് ഊരിയെടുക്കാം. ഇത് കണ്ടോ, ചാക്ക് സൂചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇതിനെ ഊരിയെടുക്കാൻ സാധിക്കും. ഇത് കണ്ടോ, ഈ കറുത്ത വാഷർ. ഇത് മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് 2 രൂപയൊക്കെ ഉള്ളൂ. 2 വാഷറുണ്ട്, 2 നമുക്ക് ഊരി നോക്കാം. നിലവിൽ 2നും കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ടുണ്ട്. ഉണ്ടോ, 2 എണ്ണം നമ്മൾ വെളിയിൽ ഊരിയെടുത്തു. ഇനി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചതേ തന്നെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മളിത് ആ ചാലിൻ്റെ ഒരു വെട്ടുണ്ട്, 2 വെട്ട് പോലെയുണ്ട്, അതിലോട്ട് ഇറക്കിയിട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇറക്കിയിട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ.
ഉണ്ടോ, 2 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത് നമുക്ക് അഡോപ്റ്ററിലോട്ട് ഫിറ്റ് ചെയ്യാം. ഇതിങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓഫ് പൊസിഷനിൽ ഇരിക്കണം. ഉണ്ടോ, ഇതിങ്ങനെ ഉണ്ടോ വർക്കാകുന്നത്, ഇങ്ങനെ വർക്കാകും ഇത്. ചെറിയ പിന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ പിന്നാണ് ലോക്കായി നിൽക്കുന്നത്, അതിൻ്റെ നോബ് ഊരിപ്പോവും. ഈ പിന്നിട്ട നോബ് അങ്ങനെ അവിടെ തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ പിന്നെ ഈ നോബ് വെളിയിലോട്ട് ഊരി വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് അവിടെ ഇട്ട് കൊടുക്കണം. ഉണ്ടോ, ഇങ്ങനെ തന്നെ. ഇപ്പോൾ ലോക്കായി, ഇനിയിപ്പോൾ ഊരി വരികയില്ല. ഒന്ന് എന്തോലും ചാക്ക് സൂചിയോ എന്തെങ്കിലും വെച്ചെന്നാൽ അമുക്കി കൊടുത്താൽ മതി. ഇത് കട്ടിയുള്ളൊരു വാഷറുണ്ട്, MS-ൻ്റെ വാഷറാണ്, അത് ഇട്ട് കൊടുക്കുന്നു. ഇനി ഒരു റിങ്ങുണ്ട്, അതും MS-ൻ്റെ നല്ല കട്ടിയുള്ളതാണ്. ഇനി ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കപ്ലിങ്ങിൻ്റെ, അതിൻ്റെ അകത്താണ് നമുക്ക് സൈക്കിൾ ബോൾ ഇടുന്നത്, ബോൾ വരുന്നത്. 5 ബോളുണ്ട്, ഓഫ് പൊസിഷനിൽ വെച്ച് വേണം ഇടാൻ. 5 ബോൾ നമുക്കിട്ട് കൊടുക്കാം. 2 ഇട്ടു. ബോൾ ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചിടുക. ഓക്കെ, നമ്മളിത് 5 ബോൾ ഇട്ട് കഴിഞ്ഞു. ഇത് ഓക്കെ ആയി. അഡോപ്റ്റർ നല്ല വർക്കാണ്, നല്ലപോലെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഫൈബറിൻ്റെ വളയം കൂടെ ഇട്ട് കൊടുത്താൽ സംഗതി ഓക്കെ ആവും. കണ്ടോ, കറക്റ്റ് ആ ഗ്യാപ്പിന് ഇട്ട് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ഇത് പണി തീർന്നു. നല്ല വർക്കാവുന്നു, നല്ല അഡോപ്റ്റർ, കുഴപ്പമില്ല, നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. നോബൊക്കെ പക്ക ക്ലിയറാണ്. ഉണ്ടോ, നല്ല വർക്കാവുന്നുണ്ട്. ഓക്കെ. ഹൈ പ്രഷറിൻ്റെ അഡോപ്റ്റർ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.